ഹലോ മിസ്റ്റർ കോയ, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ഇങ്ങനെ നോർമൽ ആവുന്നില്ലല്ലോ. സാധാരണയായി ബോധം തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. ഇനി മൂപ്പരെങ്ങാനും മയ്യത്തായോ ഡോക്ടറെ? ഇമ്മ വാപ്പാക്ക് ബോധം വന്നു. അങ്ങട്ട് മാറിക്കങ്ങട്ട് ഏതാടി തെജ്ജാലെജ്ജ്? ഞാൻ നിങ്ങളെ വല്യമ്മ തിറ്റിമ്മു. ഞാനാണ് മനസ്സായത് നിങ്ങളെ പെണ്ണുങ്ങളെ ആമിന. എന്റെ ആമിനെ, ആമിന. ഇന്ന് നൈറ്റ് തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ റെസ്റ്റ് എടുത്തോളൂ. ഇന്നാലും എന്റെ വാപ്പ നിങ്ങളെ ബോധം എങ്ങനെ പോയത്? അതൊക്കെ വലിയൊരു കഥയാണ്. സാരല്ല, ചുരുക്കി പറഞ്ഞാ മതി. അത് പിന്നെ ഞാൻ പള്ളിക്കന്ന് ഇങ്ങനെ പോരിയിരുന്നു. അപ്പൊ പുറകുന്ന് പോക്കരാക്കാന്നും പറഞ്ഞൊരു വിളി. ഒരു ജിന്ന്. അപ്പൊ അത് ശരി, നിങ്ങള് ജിന്നിനെ കണ്ട് ബോധം പോയി കിടന്നതല്ലേ? അത് പിന്നെ ഞാൻ ജിന്നിനെ കണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. ജിന്നിനോട് മാറട വജ്ജെന്ന് പറഞ്ഞു. അപ്പൊ ജിന്നിനെ കണ്ട് പേടിച്ച് അങ്ങോട്ട് മണ്ടിപ്പോയി. അത് ശരി. അപ്പൊ നിങ്ങളെ ബോധം പോയത് എങ്ങനെയാണ്? അത് പിന്നെ ആമിന, ഇജൊന്നും ഇങ്ങോട്ട് മാറുന്ന അസ്രപ്പോയെ, ഇതിന്റെ കൈപ്പാട്ടൊക്കെ ഇങ്ങോട്ട് വാങ്ങാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വേം പറയും. ഞാൻ നിങ്ങളെ ബോധം പോയ കഥ കേൾക്കാൻ കാത്തിരിക്കാണ്. കള്ള ഹംകെ, ഒരാൾ ചാകാൻ കിടക്കുമ്പോഴല്ല കഥ കേൾക്കുക. ആമിന, ഇതിന്റെ തച്ചു വന്നൊരു ചാക്ക് കെട്ടിങ്ങാണ്ട് ആ കിണറ്റിലെങ്ങാനും ഇട്ട് താഴ്ത്തിക്കളാ. എന്തായാലും ഇപ്പൊ ഇത് ചോദിച്ചതല്ലേ, എനിക്ക് ഞാൻ കഥ പറഞ്ഞുതരാ. എന്റെ ബോധം എങ്ങനെ പോയെന്നുള്ള കഥ വലിയ കഥയാണ്. ജിന്നിനെ കണ്ട കഥ. If you like this channel, please like and subscribe.